CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം നാൾ വേദിയെ ഇളക്കിമറിച്ച് നൃത്തയിനങ്ങൾ. ജനപ്രിയ മത്സരങ്ങളോടെയാണ് ചൊവ്വാഴ്ച വേദികൾ ഉണർന്നത്. CPM ചെർപ്പുളശ്ശേരി ഏരിയ സമ്മേളനം തുടങ്ങി. 26 മൈൽ പട്ടാണീസ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നേതാവ് PA ഉമ്മർ പതാക ഉയർത്തി. വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഭീമനാട് പൂരം. വെള്ളിയിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. വൈകിട്ട് വിവിധ ഭാഗത്തുനിന്ന് വേലവരവുണ്ടായി. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം നാൾ വേദിയെ ഇളക്കിമറിച്ച് നൃത്തയിനങ്ങൾ. ജനപ്രിയ മത്സരങ്ങളോടെയാണ് ചൊവ്വാഴ്ച വേദികൾ ഉണർന്നത്. പതിമൂന്ന് പ്രധാന വേദികളും 4 ക്ലാസ് റൂം വേദികളിലുമായി 12 ഉപജില്ലകളിൽ നിന്നായി 10,000-ലധികം കലാപ്രതിഭകളാണ് 343 ഇനങ്ങളിൽ മത്സരിക്കാനെത്തുന്നത്. കലോത്സവത്തിന്റെ രണ്ടാം ദിനം നൃത്ത ഇനങ്ങൾ വേദിയെ ഇളക്കിമറിച്ചു. മോഹിനിയാട്ടം, തിരുവാതിരക്കളി, നാടോടി നൃത്തം, ദഫ്മുട്ട്, ബാൻഡ് മേളം, പണിയ നൃത്തം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങൾ വിവിധ വേദികളിലായി നടന്നു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ, ALP സ്കൂൾ പെരുമാങ്ങോട്, AUP സ്കൂൾ ശ്രീകൃഷ്ണപുരം, ശ്രീകൃഷ്ണപുരം കമ്മ്യൂണിറ്റി ഹാൾ, ബാപ്പുജി പാർക്ക്, സംഗീതശില്പം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായാണ് വേദികൾ സജ്ജീകരിച്ചിരിക്കുന്നത്.
CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് MES തുടർച്ചയായി 10ാം വർഷവും ദഫ്മുട്ടിൽ സംസ്ഥാന തലത്തിലേക്ക്. ഹൈസ്കൂൾ തലത്തിലാണ് ഇത്തവണയും MES ഹയർ സെക്കൻഡറി സ്കൂളിനെ തിരഞ്ഞെടുത്തത്. അറുപത്തിമൂന്നാമത് പാലക്കാട് സ്കൂൾ ജില്ലാ കലോത്സവത്തിന്റെ വേദിയിൽ ഇന്ന് മാപ്പിള കലകളിലെ ദഫ്മുട്ട് മത്സരമാണ് അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോ 10ാം തവണയും, അതായത് മണ്ണാർക്കാട് MES സ്കൂളാണ് ഇത്തവണയും 10ാം തവണയാണ് ഇവര് ദഫ്മുട്ടിലെ സംസ്ഥാന തലത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എങ്ങനെയുണ്ട്? ഇവരുടെ അധ്യാപകനായ അനസ് മണ്ണാർക്കാടാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് അനസ്ക? വളരെയധികം സന്തോഷം തന്നെ. കാരണം കുറേ കാലങ്ങളായി നമുക്ക് 1ാം സമ്മാനം കിട്ടുന്നുണ്ടെങ്കിലും വളരെ അതിമധുരമായ ഒരു 1ാം സമ്മാനം തന്നെയാണ്. നമ്മൾ പലപ്പോഴായിട്ട് സബ് ജില്ലയിലേക്ക് അപ്പീലായിട്ടാണ് വരാം. ഈ വർഷം നമ്മൾ സ്ട്രൈറ്റ് തന്നെ ആയിട്ട് 1ാം സമ്മാനം സബ് ജില്ലയിൽ അടിച്ചു. അപ്പോൾ തന്നെ ജില്ലയിൽ 1ാം സമ്മാനം വന്നു. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ്. മൊത്തം എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ പോയതാണ്. അതിൻ്റെ മുൻ വർഷങ്ങളിലൊക്കെ സംസ്ഥാന തലത്തിലൊക്കെ പോയ വളരെ ട്രെയിൻഡ് ആയ കുട്ടികൾ തന്നെയായിരുന്നു. നമുക്കൊരു വെല്ലുവിളികൾ എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായൊരു വെല്ലുവിളി തന്നെ സ്കൂൾ തല ടൂറ് തൊട്ട് മുമ്പേ ആയിരുന്നു. പിന്നെ ആ ഒരു ടൂറിൽ നമ്മളുടെ ടീം എത്തിയത് മിനിഞ്ഞാന്നായിരുന്നു. ഒരു വ്യക്തമായ ഒരു പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എക്സ്പീരിയൻസിലാണ് നമ്മളിവിടെ രക്ഷപ്പെട്ടത്. നമുക്കറിയാം ഇത് 10ാം തവണയാണ് നമ്മളിപ്പോ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് പറയപ്പെട്ടു. അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ തവണ നിങ്ങൾ സ്റ്റോറി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10ാം തവണ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ MES തന്നെയാണ് ഇപ്പൊ 10 തവണ MES ടീമിനൊപ്പമാണ് പോയിട്ടുള്ളത്. MES എന്ന് പറഞ്ഞ സ്ഥാപനം വളരെ ഒരു ഫ്ലെക്സിബിൾ ആയ ഒരു സ്ഥാപനം തന്നെയാണ്. കാരണം ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. കാരണം നമുക്കെല്ലാം ഒരു സ്പേസ് ഉണ്ട് അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും. നമ്മുടെ HM അതുപോലെ തന്നെ പ്രിൻസിപ്പല് ഇവരൊക്കെ നമുക്കൊരു ഫ്ലെക്സിബിളായ ആളുകൾ തന്നെയാണ്. പിന്നെ നമ്മോടൊപ്പം നിൽക്കുന്ന ടീച്ചേഴ്സ് ഒരുപാട് നല്ല നല്ല ടീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന ചങ്ക് തൊട്ട് പറയുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ അഫ്സ ടീച്ചർ, അതുപോലെ തന്നെ ഷെയ്ഖ് മാഷ്, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് നമുക്കൊരു ബാക്ക് സപ്പോർട്ട് തരുന്നത്. അപ്പൊ നമുക്കറിയാം ഇത്തവണ അപ്പോ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത്, അതായത് ഇത്രയും ലെവലിലേക്ക് എത്തിച്ചത് നമ്മുടെ കുട്ടികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ പാട്ടാണെന്ന് തോന്നുന്നു അല്ലെ? വളരെ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു ജില്ലാതല മത്സരം തന്നെയായിരുന്നു ഈ വർഷം. കാരണം നമ്മുടെ ലീഡ് പാടുന്നവന് ഒരു നല്ല പനിയുണ്ടായിരുന്നു, കടുത്ത പനിയായിരുന്നു. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലും ഞങ്ങൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഈ കുട്ടികളൊക്കെ ടൂറ് പോയിട്ട് അത്യാവശ്യം സൗണ്ടൊക്കെ പോയി വന്ന ഒരു ലെവലായിരുന്നു. ആ ലെവലിൽ നിന്ന് ഇന്ന് ഈ സ്റ്റേജിൽ പങ്കെടുത്ത് ആ കുട്ടി പാടുന്നത് കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കുട്ടികൾ പാടുന്ന പോലെ തന്നെ വളരെ മധുരമായിട്ട് തന്നെ എന്തായാലും ആ കുട്ടിയെ പരിചയപ്പെടുത്താൻ. എന്താണ് പേരെന്താണ്? ഷാമില്. നമുക്ക് ആ ഒരു ഇൻട്രോ, നിങ്ങളുടെ ഒരു ആ പ്രാർത്ഥന അല്ലെ, പ്രാർത്ഥന എന്നല്ലേ പറയാ, ആ പ്രാർത്ഥന നമുക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാടാൻ കഴിയുമോ? تزوج يا أخي تقوى خير زادي تقوى واليوم الذي من يأخذ به يلفم بأمان നിങ്ങളുടെ ദഫ്മുട്ടിന്റെ ഏകദേശം ഒരു മുറുക്ക ഭാഗത്താണ്, ശൈലില്ല എന്നുള്ളൊരു ഭാഗം അത് നന്നായിട്ടുണ്ടായി തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാധനങ്ങളൊന്ന് കളിച്ച് കാണിച്ചു തരാമോ?
വീഡിയോ ജേർണലിസ്റ്റ് നൌഷാദ് ആലിപ്പറമ്പിനൊപ്പം അർഷദ് മണ്ണാർക്കാട്, CCN ന്യൂസ് മണ്ണാർക്കാട്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വീൽചെയറിലെത്തി ക്വിസിൽ 1ാം സ്ഥാനം നേടി 6ാം ക്ലാസ് വിദ്യാർത്ഥി. UP വിഭാഗം ഉറുദു ക്വിസിലാണ് മുഹമ്മദ് ഷംനാദ് 1ാം സ്ഥാനം നേടിയത്. കളിക്കുമ്പോൾ വീണ് പരിക്കേറ്റ് വലത് കാലിന് പ്ലാസ്റ്ററിട്ടപ്പോൾ മുഹമ്മദ് ഷംനാദ് ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന 63ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് കരുതിയത്. എന്നാൽ ജില്ലാ കലോത്സവത്തിൽ മുത്തച്ഛൻ മുഹമ്മദ് അലിയുടെ കൂടെ വീൽചെയറിലെത്തിയാണ് UP വിഭാഗം ഉറുദു ക്വിസിൽ മുഹമ്മദ് ഷംനാദ് 1ാം സ്ഥാനം നേടിയത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെ അപകടം പറ്റിയത്? തൃത്താല ആലൂർ AMLP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷംനാദ്. മത്സരിച്ച് 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു നിമിഷം? പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഉറുദു അധ്യാപിക റജീനയാണ് പരിശീലിപ്പിച്ചത്. ഒക്ടോബർ 30-നായിരുന്നു അപകടം. അപകടത്തിന് ശേഷം സ്കൂളിൽ പോയിരുന്നില്ല. ഓൺലൈനായിട്ടായിരുന്നു പിന്നീട് ടീച്ചർ പഠിപ്പിച്ചതെന്ന് റജീന പറയുന്നു. ഉപജില്ലാ കലോത്സവം കഴിഞ്ഞതിന് ശേഷം അവന് വീണ കാലിന് പരിക്ക് പറ്റി. സ്കൂളിലൊന്നും വന്നിട്ടില്ലായിരുന്നു. വീട്ടിൽ പോയിട്ടും അതേപോലെ മൊബൈലിലൂടെയും നിരന്തരമായ പരിശീലനം കൊടുത്ത് അവന് ജില്ലാ കലോത്സവത്തിന് പങ്കെടുക്കാൻ പ്രാപ്തനാക്കി. ഇപ്പോൾ അവന് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷം ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കുട്ടിയോടും കുട്ടിയുടെ വീട്ടുകാരോടും ഇവിടെ പങ്കെടുപ്പിക്കാൻ അവരുടെ കൂടെ അവൻ്റെ മുത്തശ്ശനും വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് മുഹമ്മദ് ഷംനാദും മുത്തച്ഛൻ മുഹമ്മദ് അലിയും അധ്യാപിക റജീനയും. ഉപ്പ V ഷെരീഫ് ഓട്ടോ ഡ്രൈവറാണ്. ഷമീമ തസ്നിയാണ് ഉമ്മ. ആലൂർ തൃത്താല സ്വദേശികളാണ്. CCN കടമ്പഴിപ്പുറം. സ്ഥലപരിമിതിയിൽ പരാതി ഉയർന്നതോടെ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത നാടകം തുടങ്ങിയത് ഉച്ചയ്ക്ക് 2:30-ഓടെ. നാടകം അവതരിപ്പിക്കുന്നതിനുള്ള വലിപ്പം സ്റ്റേജിനില്ലെന്നായിരുന്നു അധ്യാപകരുടെയും മത്സരാർത്ഥികളുടെയും പരാതി. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിച്ച് ഇവിടെ വന്നിട്ട് കുട്ടികൾക്കൊന്നും നമുക്ക് കളിക്കാൻ സ്ഥലം വേണ്ട മാഡം. അത് വീതി സെറ്റ് വരെ വീതിയാണ്. ശ്രീകൃഷ്ണപുരം AUP സ്കൂൾ 14ാം വേദിയിലാണ് ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത നാടകം അവതരിപ്പിക്കുന്നത്. ഇവിടെയാണ് സ്റ്റേജിന്റെ വലിപ്പത്തെ സംബന്ധിച്ച് പരാതി ഉയർന്നത്. ഗ്രീൻ റൂമില്ല മാഡം. ഹൈസ്കൂൾ കുട്ടികളാണ്. ഒരു ഗ്രീൻ റൂം കൂടി ഇല്ല. ആകെയുള്ള 3rd ചെയ്യുന്നത് റൂം പങ്കെടുത്തു പോയി. ബാക്കിയൊക്കെ തുറന്ന റൂമാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? അല്ല മേഡം, കാര്യം നമ്മൾ പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യവും ഇവിടില്ല എന്നും അധ്യാപകനായ P പത്മനാഭൻ പറഞ്ഞു. വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം കുട്ടികൾ ഇത്രയും കഷ്ടപ്പെട്ട് മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് സെറ്റൊക്കെ റെഡിയാക്കി ഇവിടെ വന്ന് നോക്കുമ്പോൾ സ്റ്റേജിൽ സെറ്റ് വെക്കാനുള്ള സ്ഥലമോ കളിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ഒരു സൗകര്യം ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ 140ഓളം കുട്ടികളാണ് നാടകത്തിന് മാത്രം പങ്കെടുക്കുക. അവർക്ക് ആകെയുള്ളത് ചെറിയൊരു റൂമാണ് ഗ്രീൻ റൂമായിട്ട് തന്നിട്ടുള്ളത്. ഹൈസ്കൂൾ നാടകമാണ്. വലിയ പെൺകുട്ടികളൊക്കെയാണ്. അവർക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം പോലും ഇല്ല. കളിക്കാനുള്ള സ്ഥലം പരിമിതമാണെന്നും നീണ്ട പരിശീലനങ്ങളും സജ്ജീകരണങ്ങളുമായി എത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വേദിയിലെ സ്ഥലപരിമിതി ആശങ്കപ്പെടുത്തിയതോടെ പരാതിയും നൽകിയിരുന്നു. ഇതിപ്പോൾ മാറ്റ് ഇടാതെ കുറച്ചാണ് ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ ആ വിസ്തീർണമൊക്കെ കറക്റ്റാണ്. മാനുവലി പറയുന്ന പ്രകാരമുള്ള വിസ്തീർണമുണ്ട്. പിന്നെ ഇത് തട്ടി തടഞ്ഞ് വീടുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റ് ഇട്ട് തരാം. കാരണം വിസ്തീർണമാണ്. ഇതിൽ നമ്മുടെ ബാക്കി അതെന്തായാലും വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ വേണമെങ്കിൽ നാടകത്തിന് എന്താ വേണ്ടത്? ഈ സൈഡിൽ ഈ പറഞ്ഞതുപോലെ മാറ്റിട്ട് തരാം. ചെയ്യാം. നിങ്ങൾക്ക് വേറെ നാടകത്തിൽ വേണോ? സൗണ്ടിന്റെ വല്ല പ്രശ്നമുണ്ടോ? തുടങ്ങുന്നതിന് മുന്നേ ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പരിഹരിക്കാം. അധികൃതരെത്തി പരിശോധനയും നടത്തി. ഒടുവിൽ ഉച്ചയ്ക്ക് 2:30-ഓടെ ഇതേ വേദിയിൽ തന്നെ മത്സരം നടത്തുകയായിരുന്നു. CCN കടമ്പഴിപ്പുറം. CPM ചെർപ്പുളശ്ശേരി ഏരിയ സമ്മേളനം തുടങ്ങി. 26ാം മൈൽ പട്ടാണീസ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു.
മുതിർന്ന നേതാവ് PA ഉമ്മർ പതാക ഉയർത്തി. ഇരുപത്തിയാറാം മൈലിലെ പട്ടാണീസ് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ PK സുധാകരൻ മാസ്റ്റർ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏത് ലോകത്തിലും ഏത് വിഷയത്തെയും ഏത് ചെറിയ ചെറിയ വിഷയങ്ങളെ പോലും കേരളീയ സമൂഹത്തിൽ പർവ്വതീകരിച്ച് ചർച്ച ചെയ്യുക, അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി മാറ്റുക. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്ഷേമ പ്രവർത്തനങ്ങളോ വികസനങ്ങളോ നേട്ടങ്ങളോ ഒന്നും കേരളീയ സമൂഹം ചർച്ച ചെയ്യരുത് എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് ചർച്ചകളെ വഴിതിരിച്ചുവിടുക. ഇതായിരുന്നു ഈ കാലയളവിൽ കേരളത്തിൽ മൂന്നരപക്ഷക്കാരൻ രണ്ടാം പിണറായി ഗവൺമെന്റ് പിന്നിടുമ്പോൾ നമുക്കെല്ലാം അനുഭവമുള്ളത്. 128 പ്രതിനിധികളും 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 149 പേരാണ് 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NN കൃഷ്ണദാസ്, CK രാജേന്ദ്രൻ, KS സലീഗ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. 27-ന് ഉച്ചയ്ക്ക് പ്രതിനിധി സമ്മേളനം അവസാനിക്കും. തുടർന്ന് വൈകിട്ട് 5-ന് പുത്തനാൽക്കൽ മൈതാനിയിൽ നിന്ന് റെഡ് വളണ്ടിയർ മാർച്ച് ആരംഭിക്കും. വൈകിട്ട് 6-ന് ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനത്തോടെ സമ്മേളനം സമാപിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായ MB രാജേഷാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. CCN ചെർപ്പുളശ്ശേരി. CPM ചെർപ്പുളശ്ശേരി ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ചെർപ്പുളശ്ശേരിയിൽ പതാക, ദീപശിഖ, കൊടിമര ജാഥകൾ സംഗമിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്തെ പൊതുസമ്മേളന നഗരിയിൽ സംഘാടക സമിതി ചെയർമാൻ KB സുഭാഷ് പതാക ഉയർത്തി. ഏരിയ കമ്മിറ്റി അംഗം E ചന്ദ്രബാബു നയിച്ച പതാക ജാഥ ചളവറയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം T കുട്ടിക്കൃഷ്ണൻ നയിച്ച ദീപശിഖ ജാഥ തൂതയിൽ ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം MM വിനോദ് കുമാർ നയിച്ച കൊടിമര ജാഥ കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റയിൽ ജില്ലാ കമ്മിറ്റി അംഗം NP വിനയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. CCN ചെർപ്പുളശ്ശേരി. വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഭീമനാട് പൂരം. വെള്ളിയിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. വൈകിട്ട് വിവിധ ഭാഗത്തുനിന്ന് വേലവരവുണ്ടായി.
പെട്ടകത്തിലെ ഭക്തർ വഴിപാടായി നടത്തുന്ന 62 ദിവസത്തെ കളമ്പാട്ടിന് ശേഷമാണ് താലപ്പൊലി നടന്നത്. രാവിലെ വിശേഷാൽ പൂജകളുമുണ്ടായി. താന്ത്രിക ചടങ്ങിന് പന്തലക്കോട് ശങ്കരനാരായണൻ നമ്പൂതിരി കാർമ്മികനായി. രാവിലെ ഭീമനാട് ദേശം അവതരിപ്പിച്ച ചവിട്ടുകളിയുമുണ്ടായി. ക്ഷേത്രത്തിൽ അഷ്ടപതി, താലപ്പൊലി, കൊട്ടിയറിയിക്കൽ, കാഴ്ചശിവേലി, എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷമാണ് ചവിട്ടുകളി നടന്നത്. വൈകിട്ട് വിവിധ ഭാഗത്തുനിന്ന് വേലവരവുണ്ടായി. ഒൻപതാനകൾ, പൂക്കാവടി, തിറ, പൂതൻ, മറ്റ് കലാരൂപങ്ങൾ, ബാൻഡുമേളം, നാസിക് ഡോൾ, ചെണ്ടവാദ്യങ്ങൾ എന്നിവ അകമ്പടിയായി. തുടർന്ന് ക്ഷേത്രപ്പറമ്പിൽ വേലസംഗമവും നടന്നു. തുടർന്ന് താലപ്പൊലി, എഴുന്നള്ളിപ്പും ഉണ്ടായി. ഗജവീരന്മാരുടെയും വെളിച്ചപ്പാടിന്റെയും അകമ്പടിയിൽ അരിയെറിയാനുള്ള ആലിൻ ചുവട്ടിലേക്ക് പുറപ്പെട്ടു. തിരിച്ചെഴുന്നള്ളിപ്പും നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ മണ്ണാർക്കാട് ഹരിദാസ്, മണ്ണാർക്കാട് മോഹൻദാസ് എന്നിവർ അവതരിപ്പിച്ച മേളവും അരങ്ങേറി. രാത്രി തിരുവിഴാംകുന്ന് നാടൻപാട്ട് സംഘം അവതരിപ്പിച്ച നാടൻപാട്ടും ചൊവ്വാഴ്ച വൈകിട്ട് പാട്ടുകൂറ വലിച്ചതോടെ താലപ്പൊലി ആഘോഷങ്ങൾക്ക് സമാപനമായി. CCN ചെത്തല്ലൂർ. പൊട്ടച്ചിറ പൊന്മുഖം വായനശാലയുടെയും സ്റ്റാർ മോസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി പി അബ്ദുൽ ജലീൽ അധ്യക്ഷനായി. നെല്ലായ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മുഹമ്മദ് ഷാഫി, നാസർ, ഡോക്ടർ ദർശന, C വിജയൻ, PK ഉണ്ണികൃഷ്ണൻ, MK ജാബിർ, റിയാസ് എന്നിവർ ആശംസകൾ നേർന്നു. വാർഡ് മെമ്പർ A ഗീത നന്ദിയും പറഞ്ഞു. രാവിലെ 9:30 തുടങ്ങിയ ക്യാമ്പ് വൈകിട്ട് 3:30 അവസാനിച്ചു. CCN ചെർപ്പുളശ്ശേരി. വയനാട് ദുരന്തത്തിൽ ദുരിതാശ്വാസ ഫണ്ട് നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ CPI ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയും ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി പ്രതിഷേധ മാർച്ച് നടത്തി. ശ്രീകൃഷ്ണപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് CPI സംസ്ഥാന കമ്മിറ്റി അംഗം സുമലത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വയനാടിനെ കുറിച്ച് കേരളത്തിന്റെ ഏറ്റവും ചെറിയ ജില്ലയാണ്. പ്രകൃതി രമണീയമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള വയനാട്, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട്, വളരെ ചെറിയ ജില്ലയാണെങ്കിൽ കൂടി വളരെ കുറച്ച് ഏറ്റവും നല്ലവരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ആ വയനാട് ജില്ലയിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് എന്നറിയപ്പെടുന്ന ആ ഗ്രാമപഞ്ചായത്തിലെ 3 ഗ്രാമങ്ങളും പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഏകദേശം 4800ഓളം കുടുംബങ്ങളാണ്, ആളുകൾക്കാണ് ഈ ദുരന്ത ബാധിതർ ആയി മാറിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീകൃഷ്ണപുരം മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി പൗലോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പ്രഭാവതി, ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി അംഗം KT രാമചന്ദ്രൻ, LC സെക്രട്ടറി കണ്ടയിൽ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. CCN കടമ്പഴിപ്പുറം. പൂക്കോട്ടുകാവിൽ നടക്കുന്ന CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ബാലസംഘം കിണാശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കിണാശ്ശേരി ഉറവംകുളത്തിൽ ജലോത്സവം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 1 മാസമായി 40ഓളം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്തിയിരുന്നു. നീന്തൽ പരിശീലനത്തിന് നേതൃത്വം നൽകിയത് T വിനോദ്, ജിനേഷ് കിണാശ്ശേരി, അഭിജിത്ത് കിണാശ്ശേരി, വിഘ്നേഷ് കല്ലുവഴി എന്നിവരായിരുന്നു. ജലോത്സവം പരിപാടി ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം സാരംഗ് രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂനിയർ വിഭാഗം ഹഡിൽസിലും റിലേയിലും വെള്ളി മെഡൽ ജേതാവായ സ്വാതി കൃഷ്ണയെ ബാലസംഘം വില്ലേജ് കമ്മിറ്റി ആദരിച്ചു. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന്റെ കൺവീനർ K ജയദേവൻ, ലോക്കൽ സെക്രട്ടറി അശോക് കുമാർ, ഏരിയ കമ്മിറ്റി അംഗം ഷീലാദേവി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത്, ഗോപകുമാർ, സുനിൽകുമാർ, ജാനു എന്നിവർ സംസാരിച്ചു. സ്വാഗതം ബ്രാഞ്ച് സെക്രട്ടറി വിനോദ് കുമാറും രാമകൃഷ്ണൻ അധ്യക്ഷനുമായി.
പാലക്കാട് ഇലക്ഷന്റെ ഭാഗമായി മാറ്റിവെച്ച ഏരിയ സമ്മേളനം ഡിസംബർ 13-14 തീയതികളിലാണ് നടക്കുക. CCN കടമ്പഴിപ്പുറം. മംഗലാംകുന്ന് പൊതുജന വായനശാല സാഹിത്യ സന്ധ്യ സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ M. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മലയാള സാഹിത്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ ഖസാക്കാണ്. ഇപ്പോൾ സുധീഷ് ഖസാക്കിൻ്റെ ഭാഗം അനുജത്തിൻ്റെ മറന്നു പോകുന്നു എന്നുള്ള ഭാഗം പറഞ്ഞു. നിലവിളിക്കുന്നിലേക്കുള്ള കയറ്റം എന്ന നോവലിനെ ആസ്പദമാക്കി കഥയും ദേശവും എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് KV ഗോപാലൻകുട്ടി അധ്യക്ഷനായി. സെക്രട്ടറി K. രാഗേഷ് സ്വാഗതം പറഞ്ഞു. MSN സുധാകരൻ, NP പ്രിയേഷ്, T. സുധീഷ്, P. സജിനി എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് വ്യാഴാഴ്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ധർണ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ജൂലൈ 1 മുതൽ നടപ്പാക്കേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, മുൻ പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, മുൻ ശമ്പള പരിഷ്കരണത്തിന്റെ 4ാം ഗഡു വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. യഥാർത്ഥത്തിൽ 2024 ജൂലൈ മുതലാണ് നടപ്പിലാക്കുന്നത്. പക്ഷെ അതിനുള്ള ഒരു നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പഴയ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ്. ഞങ്ങളെപ്പോലെ ഞങ്ങളിലേറെ വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. അഹമ്മദ് മേത്തൊടിക, AK സൈനുദ്ദീൻ, PV അബ്ദുറഹ്മാൻ, N. മൊയ്തീൻ, AM അബൂബക്കർ, V. മുസ്തഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 14 LP സ്കൂളിലെയും 4 UP സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കായി ലൈബ്രറി കൗൺസിൽ വായനാ മത്സരം നടത്തി. LP വിഭാഗത്തിൽ ആനമങ്ങാട് LP സ്കൂളിലെ നിസാൽ മുഹമ്മദ്, UP വിഭാഗത്തിൽ ആലിപ്പറമ്പ് ഹൈസ്കൂളിലെ സയൻരാജ് എന്നിവർ 1ാം സ്ഥാനം നേടി. സമാപന യോഗം പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ സന്തോഷ് പാറൽ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് പാറൽ, രാധ, ഉഷ മണലായ, ബാലസുബ്രഹ്മണ്യൻ, ജിജി, അബ്ദുൽ ഗഫൂർ, നാരായണൻകുട്ടി എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. CCN പെരിന്തൽമണ്ണ. CPIM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ആലിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി വിദ്യാർത്ഥി യുവജന സംഗമം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്ന്, യുവജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും രൂക്ഷമായ പ്രശ്നം എന്താണ്? ചെറുപ്പക്കാരൊക്കെ പിറകിലിരിക്കുന്നുണ്ട്, കുറച്ചുപേരവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് ചെറുപ്പക്കാരുടെ ചെറുപ്പം എന്ന നിലയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം? രക്ഷിതാക്കൾക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുപ്പക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂക്ഷമായ പ്രശ്നം എന്താ? അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അറിയാം എന്താ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു പ്രശ്നം എന്താണ്? തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ അപ്പൊ ചിലരെങ്കിലും പറയും അവിടെ തൊഴിലുറപ്പിൽ പണിയുണ്ടല്ലോ, അതിലാണ് രജിസ്റ്റർ ചെയ്താൽ പോരെ. തൊഴിലുറപ്പിലെ പണിക്ക് രജിസ്റ്റർ ചെയ്യാൻ +2 വരെയും ഡിഗ്രി വരെയും ഡിപ്ലോമ വരെയും ഒന്നും പഠിക്കേണ്ട യാതൊരു കാര്യമില്ല. അതിന് സ്കൂളിലേ പോയിട്ടില്ലെങ്കിലും 18 വയസ്സായാൽ തൊഴിലുറപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ പണിക്കുക. തൊഴിലുറപ്പ് പണിക്ക് പോകേണ്ട കാര്യമല്ല നമ്മൾ പറയുന്നത്. എന്താണ് തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ CPIMന്റെ നിലപാട്? തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഒരു സൃഷ്ടിയാണ്, മുതലാളിത്ത സമൂഹത്തിന്റെ സൃഷ്ടിയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. DYFI പെരിന്തൽമണ്ണ ബ്ലോക്ക് ട്രഷറർ ജിജീഷ്, CPIM ആലിപ്പറമ്പ് ലോക്കൽ സെക്രട്ടറി ഷൌക്കത്ത് അലി, ഏരിയ കമ്മിറ്റി അംഗം MP മോഹനൻ, ഗോവിന്ദപ്രസാദ്, K. ചന്ദ്രൻ, വസന്ത, വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 2ാം നാൾ വേദിയെ ഇളക്കിമറിച്ച് നൃത്ത ഇനങ്ങൾ. ജനപ്രിയ മത്സരങ്ങളോടെയാണ് ചൊവ്വാഴ്ച വേദികൾ ഉണർന്നത്. CPM ചെർപ്പുളശ്ശേരി ഏരിയ സമ്മേളനം തുടങ്ങി. 26ാം മൈൽ പട്ടാണീസ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നേതാവ് PA ഉമ്മർ പതാക ഉയർത്തി. വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഭീമനാട് പൂരം. വെള്ളിയിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. വൈകിട്ട് വിവിധ ഭാഗത്തുനിന്ന് വേലവരവുണ്ടായി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. Al Shifa Super Speciality Hospital.
പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.